ഹായ് ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് രാവിലെ ഓടാനിറങ്ങി 10 മണി ആവണേക്കാട്ടി മുമ്പ് ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ ഇത് നമ്മുടെ ആലുവയിൽ മൈജിയുടെ ഷോറൂം ഉദ്ഘാടനം നടന്നു. അപ്പോൾ അതിൽ കുഞ്ചാക്കോ ബോബും ഉണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കാണണം, അതൊന്ന് വീഡിയോയിലൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ യൂബർ ഓൺ ചെയ്ത് എനിക്ക് അപ്പോൾ തന്നെ ഫറൂഖാവിലൊക്കെ ഒരു മെട്രോ സ്റ്റേഷനിലോട്ട് അടിച്ച്. അപ്പോൾ അതെടുത്ത് അവരെ കൊടുന്നാക്കിയിട്ട് ഞാൻ നേരെ മൈജിയിലോട്ട് പോയതാണ്. അവിടെ ഇപ്പം എന്താ കൺഫേം ഓട്ടം തന്നെ വീണ്ടും അടിച്ചു തന്നതുകൊണ്ട് പിന്നെ അങ്ങോട്ട് കയറാൻ പറ്റില്ല. വഴിയാണെങ്കിൽ ഭയങ്കര ബ്ലോക്ക്, വണ്ടി ഇടാനും കൊടുക്കാനും സ്ഥലമില്ല. അപ്പം അതിൻ്റെ പേരിൽ ചാക്കോച്ചനെ കാണാനുള്ള ആഗ്രഹം അങ്ങനെ അങ്ങോട്ട് പോയി കിട്ടി. മൈജി പിന്നെ അവിടെ എപ്പോഴും ഉണ്ടാവും, നമുക്ക് എപ്പോഴെങ്കിലും കയറാം. പക്ഷെ നമുക്ക് കുഞ്ചാക്കോനെ കാണാൻ എന്നോർത്തിട്ടാണ് നമ്മൾ നിന്നിരുന്നത്. പക്ഷെ അത് ആ സ്വപ്നം പോയി. ഇനിയിപ്പോൾ എന്തായാലും ഓടാനിറങ്ങിയൊക്കെയാണ്. നല്ല നല്ല ഓട്ടങ്ങൾ കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പം ഞാൻ ആലുവയിലുണ്ട്, വെയിറ്റിങ്ങിലാണ്. ഇവിടെ ഓട്ടം വന്നില്ലെങ്കിൽ ഇന്നലെ പോയിട്ട് തന്നെ നമ്മൾ ആ റൂട്ട് തന്നെ അങ്ങോട്ട് പോയി. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കാണാം. ഓക്കെ, നമ്മളിപ്പോൾ ഉള്ളത് കളമശ്ശേരിയിലാണ്. കളമശ്ശേരി മെട്രോ സ്റ്റേഷൻ്റെ അടുത്താണ് ഇപ്പോൾ ഉള്ളത്. ഇവിടുത്തെ ഗതാഗതക്കുരുക്കാണ് ഈ കാണുന്നത്. ഭയങ്കര ഗതാഗതക്കുരുക്കാണ് ഇവിടെ. ഇപ്പോൾ എറണാകുളത്ത് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ടോപ്പ് ബ്ലോക്ക് ഈ കളമശ്ശേരിയിലാണെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ HMT ഭാഗത്തോട്ട് പോണ റോഡാണല്ലോ നമ്മൾ തിരിയണം. അവിടെയൊക്കെ ഭയങ്കര ബ്ലോക്കാണ്. അപ്പോൾ എറണാകുളം റൂട്ടിലോട്ടാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതേമാതിരത്തെ കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷ ഉണ്ടാവില്ല. എന്നത്തെ കാര്യം നോക്കാം. ഇപ്പോൾ നമ്മൾ കാലത്ത് എന്താ പറയുക, എറണാകുളത്തോട്ട് പോയിട്ട് കാക്കനാടും കാലൂരും അങ്ങനെ കുറേ കിടന്ന് കറങ്ങി ഓട്ടം ഉണ്ടായി. അത് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ നമ്മൾ ചേരാനല്ലെത്തി. അപ്പോൾ ഇവിടെ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ നമുക്ക് കയറിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് നിസ്കരിച്ചിട്ട് ഇനിയിപ്പോൾ നേരെ ആലുവക്ക് പോകാൻ തോട്ട് എറണാകുളത്തോട്ട് പോകണം. ഭയങ്കര ബ്ലോക്ക്. നമ്മൾ ഊണ് കഴിച്ചത് ഇവിടെ ഉണ്ടാ ജുജിയുടെ കലവറയിലാണ് ഊണ് കഴിച്ചത്. നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ചേരാനല്ലൂരാണ്. അപ്പോൾ ഇനി പള്ളി കയറിയിട്ടില്ല, നിസ്കരിച്ചിട്ടേ ആലുവ ലൊക്കേഷൻ ഇട്ട് ഞാൻ ആലുവക്ക് വേണം. അവിടെ എറണാകുളം ഇനി ബ്ലോക്കായി. കാരണം വൈകുന്നേരം കഴിഞ്ഞാൽ ശനിയാഴ്ച വേണ്ടിയാണ്. അല്ലാതെ തന്നെ കാലത്ത് തന്നെ ബ്ലോക്ക് ആറി. അപ്പോൾ ഞാൻ നോക്കിയിട്ട് കാര്യമില്ല, ആലുവക്ക് പോവാം. അപ്പോൾ ഇവിടുന്ന് ചേരാനല്ലൂർ പള്ളി കയറിയേ നിസ്കാരം കഴിഞ്ഞിട്ട് നേരെ നമുക്ക് ആലുവക്ക് പോവാം. ആ കാണുന്ന ഷോറൂമാണ് കേട്ടോ നമ്മുടെ മറ്റേ വലിയ വണ്ടി എടുത്ത ഷോറൂം. അതാണ് ടാറ്റയുടെ ആബ്രിക്കോ മോട്ടോഴ്സ്. അപ്പോൾ അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് നമ്മുടെ പള്ളി, ചേരാനല്ലൂർ പള്ളി. അപ്പോൾ ഈ പള്ളിയിലാണ് ഇപ്പോൾ നമ്മൾ നിസ്കരിക്കാൻ കാരണം കേട്ടോ. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് നമ്മുടെ വലിയ വണ്ടി എടുത്തേക്കണ ഷോറൂം കേട്ടോ. ഇത് നമ്മുടെ മുമ്പത്തെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാൻ പറ്റും. കാരണം വെച്ചാൽ നമ്മുടെ വണ്ടി എടുത്തതും എല്ലാം വീഡിയോയിലുണ്ട്. അപ്പോൾ പള്ളി കയറട്ടെ. എറണാകുളത്തെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. എറണാകുളത്തെ വീഡിയോസ് എന്നൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ, എറണാകുളത്തെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഒരു രക്ഷ ഉണ്ടാവില്ല, ഒരു സ്ഥലത്ത് പോലും വണ്ടി നിർത്താൻ പറ്റില്ല. അമ്മാതിരി ബ്ലോക്ക്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഇന്ന് ഉച്ചയല്ല, ഏകദേശം 3 മണി കഴിഞ്ഞ് ഇപ്പോൾ ലോറി സ്കീയാൻ കയറണുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇവിടുന്ന് നേരെ ആലുവക്ക് വിടാം. കാരണം എറണാകുളത്തോട്ട് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു രക്ഷ ഉണ്ടാവില്ല. നിസ്കാരം കഴിഞ്ഞ് നമുക്ക് നേരെ ആലുവ ലൊക്കേഷൻ ഇട്ട് അങ്ങോട്ട് പോകാമെന്ന് ഓർത്തൊക്കെയാണ്. അപ്പോൾ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയാണ് കേട്ടോ. ഇനിയിപ്പോൾ നേരെ ആലുവ ലൊക്കേഷൻ ഇട്ടിട്ട് നമുക്ക് ആലുവക്ക് തന്നെ പോവാം. സംഭവം വെച്ചാൽ എറണാകുളത്തൊക്കെ ഓടുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കലോട്ടൊക്കെ അടിക്കുമ്പോൾ നമ്മൾ വേഗം ചാടി എടുക്കും. നിസ്സാര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ലോക്കലല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കും. പക്ഷേ ആ ലോക്കലോട്ടം ഭയങ്കര പ്രശ്നമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ അപ്പുറത്തോട്ട് നമ്മൾ കടക്കണമെന്നുണ്ടെങ്കിൽ തന്നെ എന്ത് പാടുണ്ടെന്നറിയോ. അപ്പോൾ ആ കിട്ടുന്ന ഫെയറൊന്നും നമുക്ക് ഒന്നും അല്ലാണ്ടാവും ഈ ലോക്കലൊക്കെ വരുമ്പോൾ. പിന്നെ ഒരു ഇത്തിരി ലോങ് അടിക്കുകയാണെന്നുണ്ടെങ്കിലും കുറച്ച് വാടക കുറവാണെന്നുണ്ടെങ്കിലും ആ ഒരു ഇച്ചിരി എമൗണ്ട് കിട്ടില്ല. മറ്റേത് ലോക്കൽ എടുക്കൽ വേറെ നഷ്ടമാണ് അവിടെയൊക്കെ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക് ഇല്ലെങ്കിൽ സുഖമാണ്. കാരണം ചിലപ്പോൾ ഒരു 600 മീറ്റർ അപ്പുറത്തോട്ടൊക്കെ പോകാൻ വേണ്ടി ഒരു ആൾക്കാരവിടെ യൂബറും റാപ്പിഡും ഒക്കെ ആശ്രയിക്കുന്ന ആൾക്കാരാണ് 300 മീറ്റർ വരെ പോകാൻ വേണ്ടിയിട്ട് അടിക്കും. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ സുഖമാണ്. പക്ഷേ ബ്ലോക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു സുഖം അതിലില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ആലുവക്ക് ലൊക്കേഷൻ ഇട്ട് പോകാൻ പോകണം. ആലുവയിലെത്തിയിട്ട് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ആലുവയിൽ പോയി നോക്കാം.
നമ്മളപ്പോൾ ചേരാനല്ലൂരിൽ നിന്ന് ലൊക്കേഷൻ ഇട്ട് പോകുന്നത് ചേരാനല്ലൂർ ആ റൗണ്ടിൻ്റെ അവിടെ നിന്ന് തിരിഞ്ഞപ്പോൾ തന്നെ നമുക്ക് റാപ്പിഡോയിൽ ഒരു ഓട്ടോ അടിച്ചിട്ടാണ് നമ്മുടെ ആലുവ റെയിൽവേ സ്റ്റേഷനിലോട്ട്. അങ്ങനെ അത് കുറച്ച് ദൂരം അങ്ങോട്ട് കറങ്ങി പോകുന്ന യൂട്ടേൺ തിരിഞ്ഞ് കൊണ്ടു വന്നു. അപ്പോൾ അങ്ങനെ പോയി അവരെടുത്ത് റെയിൽവേ സ്റ്റേഷനിലാക്കി. റെയിൽവേ സ്റ്റേഷനിലാക്കി കഴിഞ്ഞപ്പോൾ തന്നെ സ്റ്റേഷനിൽ ട്രെയിൻ വന്നേക്കുന്ന സമയം. അപ്പോൾ അവിടെ നിന്നൊരു ലോക്കൽ കിട്ടി. അത് ലോക്കൽ എത്തിക്കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞ് പേഴ്സണലായിട്ട് ജസ്റ്റ് പുള്ളിക്ക് ഒരു സ്ഥലം വരെ പോകാൻ അവിടം വരെ ഒന്ന് പോകാൻ പറ്റുമെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ ആ ഓക്കെ എന്ന് പറഞ്ഞ് അത് യൂബർ ഓഫ് ചെയ്ത് എന്തായാലും അസറിൻ്റെ പള്ളിയിൽ കയറണമായിരുന്നു. അപ്പോൾ ഓഫ് ചെയ്യാതിരിക്കായിരുന്നു. അപ്പോൾ പുള്ളി അത് പറഞ്ഞത് ഓഫ് ചെയ്ത് അങ്ങനെ അതേ പള്ളിയിൽ കയറി. ഇവിടെ പള്ളിയിൽ ഇത് ക്രസൻറ്റ് സ്കൂളിൻ്റെ അടുത്തുള്ളൊരു പള്ളിയാണ്. അവിടെ കയറിയപ്പോൾ അസർ നിസ്കരിച്ച് നിസ്കാരം കഴിഞ്ഞ് അപ്പോൾ ഇനിയിപ്പോൾ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ചായ കുടിക്കാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് ഒരു ചായ കുടിക്കുക. ഞങ്ങളിവിടെ ക്രസൻറ്റിൽ പിള്ളേരെടുക്കാൻ വരുമ്പോൾ ഞാനും നൗഫിയും കൂടി ഇവിടെ ഇടയ്ക്ക് ചായ കുടിക്കാൻ വരാറുണ്ട്. അതേ കാണുന്ന കടയാണ് ഷാജി കട. അതേ കാണുന്ന കട. ഈ കടയിലാണ് ഞങ്ങൾ ചായ കുടിക്കാറ്. അപ്പോൾ ഇവിടെ നിന്ന് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇനി വൈകിട്ടത്തെ വിശേഷങ്ങളൊക്കെ പിന്നെ കാണാം, വൈകുന്നേരം കാണാം. ഒരു ബൈക്ക് പോകണ നോക്കിയ വണ്ടിയിൽ ഉണ്ടോ ആ പള്ളിയുടെ ഉള്ളോട്ട് കയറിയിട്ടുണ്ട്. ആരാണാവോ. അപ്പോൾ വൈകിട്ടുള്ള വിശേഷമാണ്. ഇനിയിപ്പോൾ ഫേസ്ബുക്ക് പേജും യൂട്യൂബൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യണം, പേജ് ഫോളോ ചെയ്യാത്തൊരു ഫോളോ ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ ബൈ. ഡെലിവറിക്കുള്ളതാണോ ഇത്? എവിടെ നിന്നാ അപ്പോൾ ഇത് നിങ്ങൾ എവിടെ നിന്ന് എടുത്തത്? അതെ അല്ലേ. ആ, ഞാൻ ഇങ്ങനെ യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യണ്ട, വെറുതെ ജസ്റ്റ് ഒന്ന് കാണിച്ചു കുഴപ്പമില്ല. ആ ഇല്ല സൗണ്ട് എടുത്തൊന്നും കാണിക്കിട്ടില്ല. ആ സൗണ്ട് എടുത്ത് കിട്ടിയില്ല, നമ്മളിപ്പോൾ എടുത്തല്ലേ ഉള്ളൂ. ഈ സാധനം കൊടുക്കാനുള്ളതാണ് കേട്ടോ. കൊടുത്താണല്ലേ? ആ അത് ശരിയാ. ഈ വണ്ടി കൊടുത്ത് കച്ചവടമായി. ടച്ചാണല്ലേ മറ്റേ സാധനമൊക്കെ, മറ്റേ ഫോൺ കണക്ട് ചെയ്യുന്ന. ആ ഓ ഇതാണ് മുതൽ. സ്പീക്കറാ അല്ലാണ്ടല്ലേ? ഓ BMW മീറ്ററിന്റെ അടിയിൽ 2 സ്പീക്കർ ഉണ്ട്. ആ ഓ ആ അമേരിക്കൻ പോലീസുകാർ അത് ശരി. ഓ ഇത് അമേരിക്കൻ പോലീസുകാർ ഉപയോഗിക്കുന്ന വാഹനമെന്ന് പറയണം. എന്താവട്ടെ, നമ്മൾ വന്നപ്പോഴത്തേക്ക് അത് ഓഫ് ചെയ്ത്, അല്ലെങ്കിൽ അതിൻ്റെ സൗണ്ടൊക്കെ കേൾപ്പിക്കാറുണ്ട്. അപ്പോൾ ഇത് കൊടുത്തിളഞ്ഞ്, അല്ലെങ്കിൽ നമുക്ക് വീഡിയോയിൽ കാണാറെങ്കിലും മേടിക്കാറുണ്ട്. ഓക്കെ.